ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോക്ടെയിൽ മീഡിയ. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പൊട്ടാറ്റോവും അതുപോലെ തന്നെ നൂഡിൽസുമാണ് യൂസ് ചെയ്യുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കൂടെയുള്ള കൊച്ചു ബെല്ലൈക്കൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് 4 ചെറിയ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുക്കാം. നമുക്ക് നന്നായി ഉടക്കാം. നന്നായി ഉടച്ചെടുത്തതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞത്. അതുപോലെ തന്നെ 2 പച്ചമുളക് കൂടി നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല. അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഷേപ്പിലേക്ക് അതൊന്ന് മാറ്റിയെടുക്കാം. നമ്മളിതൊരു ഫിംഗർ ഷേപ്പിലാണ് മാറ്റിയെടുക്കേണ്ടത്. ആദ്യം ഒന്ന് റൗണ്ട് ആക്കിയതിന് ശേഷം പിന്നെ ഒരു ഫിംഗർ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കതൊരു 15 മിനിറ്റ് ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഈ ടൈമിൽ നമുക്ക് നമ്മുടെ നൂഡിൽസ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നൂഡിൽസിൻ്റെ മസാല ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെയാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാഗിൻ്റെ മസാലയിൽ തന്നെ അതുണ്ടാവും. ഇനി നേരത്തെ ഫ്രീസ് ചെയ്യാൻ വെച്ചിരുന്ന പൊട്ടാറ്റോ ഫിംഗേഴ്സ് നമുക്ക് ഈ മാവിലിട്ട് മുക്കിയെടുക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ചിരുന്ന നൂഡിൽസ് നമുക്ക് ഈ പൊട്ടാറ്റോ ഫിംഗേഴ്സിൽ ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. നന്നായി റോൾ ചെയ്ത് കൊടുക്കണം, എല്ലാ ഭാഗത്തും എത്തണം. എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമുക്ക് എല്ലാ ഫിംഗേഴ്സും ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാനിൽ ഓയിൽ ചൂടാക്കിയിട്ട് നമുക്ക് ഈ പൊട്ടാറ്റോ ഫിംഗേഴ്സ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ അത് ബ്രൗൺ കളറാവും. അപ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ എൻ്റേതായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾ നൂഡിൽസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.